വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി പറ്റാവുന്ന സഹായം എല്ലാവരും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ വീണ്ടും രംഗത്ത്. ഒപ്പം ദുരിതത്തിൽപ്പെട്ട കുട്ടികളെ ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനവും നടത്തിയിരിക്കുകയാണ് അദ്ദേഹം. ഒരു പൊതുപരിപാടിയിലാണ് ബോബി ചെമ്മണ്ണൂർ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. താൻ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി പ്രവർത്തിച്ചപ്പോൾ കണ്ട കാഴ്ചകളും അവിടെ നിന്നുണ്ടായ വേദനിപ്പിക്കുന്ന ഒരു അനുഭവവും ബോബി ചെമ്മണ്ണൂർ പങ്കുവച്ചിരുന്നു. നമ്മളൊക്കെ ഇവിടെ ആഘോഷിക്കുമ്പോൾ ഒരുപാട് പേര് അവിടെ കഷ്ടപ്പെടുകയാണ്. 2 ദിവസം ഞാൻ അവിടെ പ്രവർത്തിച്ചിരുന്നു. ബോച്ചെ ആംബുലൻസുകൾ അവിടെ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. സന്നദ്ധ സേനവും നടത്തുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവരാണ് അവിടെ ഉള്ളത്. അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അവിടെ വെച്ച് എന്നെ കരയിച്ചൊരു സംഭവമുണ്ടായി. ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുവാൻ നിൽക്കുകയായിരുന്നു. ഒരു ചെറിയ കുട്ടി, 5-6 വയസ്സ് മാത്രമാണ് ആ കുട്ടിക്കുള്ളത്. ഒരു പെൺകുട്ടിയാണത്. ഓടി വന്ന് കൈപിടിച്ചു. ഞാൻ നോക്കുമ്പോൾ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ കുട്ടിക്ക് ഒറ്റയ്ക്ക് ആ ക്ലാസ് മുറിയിലെ ആൾക്കൂട്ടത്തിൽ ജീവിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂർ പറയുന്നതും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ കൈ പിടിച്ച് നിൽക്കുകയായിരുന്നു ആ കുട്ടി. ഞാൻ നടന്ന് വണ്ടിയിൽ കയറിയാൽ എൻ്റെ കൂടെ പോരും. എനിക്ക് കൊണ്ടുപോകണോ അവിടെ ഉപേക്ഷിക്കണോ എന്ന് പറയുന്ന അവസ്ഥയായി. കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ നിയമപ്രശ്നം ഉണ്ട്. ഇക്കാലത്ത് എന്ത് നല്ലത് ചെയ്താലും വിവാദമുണ്ടാവും. അത് സാരമില്ല, ബോച്ചെ ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കളക്ടറുടെ അടുത്ത് പോയി അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണെന്നും ബോച്ചെ പറഞ്ഞു. വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന 3-4 പിള്ളേരെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെ മുഴുവൻ കണ്ണു നനയുന്ന രംഗങ്ങളാണ് ഉള്ളത്. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറ്റാവുന്ന സഹായങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്യണമെന്നും ബോച്ചെ പറഞ്ഞിരുന്നു. നമ്മുടെ സഹോദരന്മാരും പിഞ്ചു കുഞ്ഞുങ്ങളുമൊക്കെ വയനാട്ടിൽ ദുരിതത്തിൽ പൊട്ടിക്കരയുകയാണ്. ഞാൻ അവിടെ പോയപ്പോൾ കണ്ടു നിൽക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. അതുകൊണ്ട് പല പരിപാടികളും വെട്ടിച്ചുരുക്കി അവർക്ക് വേണ്ടി സഹായം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അബ്ദുറഹീമിനെ രക്ഷിക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്, ബോച്ചെ കൂട്ടിച്ചേർത്തു. നേരത്തെ വയനാട് ദുരന്തഭൂമി ബോച്ചെ സന്ദർശിച്ചിരുന്നു. കൂടാതെ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസത്തിനായി 100 വീടുകൾ വെക്കാനുള്ള സ്ഥലം അനുവദിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ബോച്ചെ 100 ഏക്കറിലാണ് ഇതിനായി സ്ഥലം വിട്ടു നൽകുന്നതെന്നും അറിയിച്ചിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തിയ ബോച്ചയുടെ വാക്കുകൾ വീടും സമ്പാദ്യവും ഉറ്റവരും നഷ്ടപ്പെട്ടവർക്ക് ഏറെ ആശ്വാസമായിരുന്നു. ദുരിതമുണ്ടായ ദിവസം മുതൽ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങൾ ദുരന്തമുഖത്ത് ഇപ്പോഴും തുടരുകയാണ്. വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കാൻ ബോച്ചെ ഫാൻസ് ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിക്കുന്നുണ്ട്. ഭക്ഷണം, വസ്ത്രം, വൈദ്യസഹായം, ആംബുലൻസ് തുടങ്ങിയ ഏത് ആവശ്യങ്ങൾക്കും ഈ നമ്പറിൽ ബന്ധപ്പെടണമെന്നാണ് ബോച്ചെ അറിയിച്ചിട്ടുള്ളത്. അതിനായി ബോച്ചെ ഒരു നമ്പർ നൽകിയിട്ടുമുണ്ട്. ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാണ്. ട്രസ്റ്റിന്റെ ആംബുലൻസുകളും രംഗത്തുണ്ട്. രക്ഷാപ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുമെന്നും സന്മനസ്സുള്ള എല്ലാവരും വയനാട്ടിലെ ജനതയ്ക്കായി കഴിയുന്ന സഹായങ്ങൾ ചെയ്യണമെന്നും ബോച്ചെ പറഞ്ഞിരുന്നു.